ഗൈസ്, അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം CapCut ഓപ്പൺ ചെയ്യുക. CapCutൽ നമുക്ക് വേണ്ട വീഡിയോസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ 4 വീഡിയോസാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്സ് എല്ലാം ഒരേ ആസ്പെക്ട് റേഷ്യോയിലാക്കണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോസ് എല്ലാം ആ ക്രോപ്പ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് 9:16 റേഷ്യോയിൽ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാലാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് റേഷ്യോ റെഡി ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ 4 വീഡിയോ ഒരേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോയിൽ ഏത് ഭാഗമാണോ നമുക്ക് പോപ്പ് ആർട്ട് എഫക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ക്ലിപ്പിൻ്റെ അവിടെ വീഡിയോ ക്രോപ്പ് ചെയ്യണം. അതായത് ട്രിം ചെയ്ത് ഒഴിവാക്കണം. വീഡിയോയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കളഞ്ഞിട്ട് ഏത് ഭാഗമാണ് നമുക്ക് ആക്കേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് വെച്ച് വീഡിയോ ട്രിം ചെയ്യുക. ഞാൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ക്ലിപ്പ് എത്ര ലെങ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ആ ലാസ്റ്റ് ഫ്രെയിമാണ് നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമ്മൾ ജെമിനി യൂസ് ചെയ്തിട്ട് പോപ്പ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ വീഡിയോൻ്റെ ഏറ്റവും നിങ്ങൾക്ക് വേണ്ട ഭാഗം ഏതാ വെച്ചാൽ അവിടെ വെച്ച് ആ വീഡിയോ ട്രിം ചെയ്യുക. എന്നിട്ട് ബാക്കി ഭാഗം ഒഴിവാക്കുക. എന്നിട്ട് ആ ലാസ്റ്റ് ഭാഗത്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അടിക്കുക. എത്ര ക്ലിപ്പാണോ ആ ക്ലിപ്പിൻ്റെയൊക്കെ ലാസ്റ്റ് ഭാഗം സ്ക്രീൻഷോട്ട് അടിക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ ക്ലിപ്പും ഷോർട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്ത് വെച്ച് സ്ക്രീൻഷോട്ട് അടിക്കാം. കറക്റ്റായിട്ട് ആ ഒരു ടൈം ലൈൻ ആ ഫ്രെയിമിൻ്റെ ക്ലിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊണ്ടുപോയിട്ട് സ്ക്രീൻഷോട്ട് അടിക്കുക. ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഈ സ്ക്രീൻഷോട്ടെല്ലാം നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് റെഡിയാക്കണം. അതിനായിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോസിൻ്റെ ഒക്കെ ആ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വെറും ആ ഫോട്ടോ മാത്രം ആക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ആ സ്ക്രീൻഷോട്ടുകളൊക്കെ ക്രോപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് പോപ്പ് ആർട്ടാക്കി മാറ്റണം. അതിനായിട്ട് ആദ്യത്തെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന പ്രോംപ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ടൈറ്റിൽ നിന്നോടുത്ത് മാറ്റി കൊടുക്കണം. അവിടെ എന്ത് വേണമെങ്കിലും ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ CR7 കൊടുത്തു. എന്നിട്ട് നമുക്ക് സെൻഡ് അടിക്കാം. എന്നിട്ട് ഒന്ന് റെഡി ആവാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. പോപ്പ് ആർട്ട് റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഫോട്ടോസും കൂടിയും ഒന്ന് ഇതേപോലെ പ്രോംപ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 4 ഫോട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാതും നമുക്ക് സേവ് ചെയ്തിടാം. ഇനി നമ്മൾ വീണ്ടും CapCut ഓപ്പൺ ചെയ്തിട്ട് ഈ നമ്മൾ സേവ് ചെയ്ത ഫോട്ടോ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കണം.
അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ ക്ലിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം അതിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ പുതുതായി ഉണ്ടാക്കിയ ഇമേജ് ആഡ് ചെയ്യുക. എന്നിട്ട് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ഷോട്ടിൻ്റെ ഡ്യൂറേഷൻസ് അവിടെ വെച്ചിട്ട് നമ്മൾ ട്രിം ചെയ്യുക. ട്രിം ചെയ്തതിന് ശേഷം ആ ഫസ്റ്റത്തെ ഭാഗം പിന്നെയും ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. നിങ്ങൾക്ക് എത്ര വട്ടം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തണം വെച്ചാൽ അത്ര വട്ടം ഇത് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ 3 ക്ലിപ്പാണ് സെലക്ട് ചെയ്യുന്നത്, 3 വട്ടം മാറി കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് അടിച്ച ഇമേജ് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെയും ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എത്രമാത്രം പെട്ടെന്ന് ഇങ്ങനെ മാറി കളിക്കണോ അതോ മെല്ലെ മാറണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ആൾട്ടർനേറ്റീവായിട്ട് വെക്കുക. നമ്മുടെ ഒറിജിനൽ സ്ക്രീൻഷോട്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത പോപ്പ് ആർട്ട്, പിന്നെ ഒറിജിനൽ സ്ക്രീൻഷോട്ട്, പിന്നെ പോപ്പ് ആർട്ട്, അങ്ങനെ എത്ര ഉണ്ടെങ്കിലും വെക്കാം. അങ്ങനെ ആ ഓൾട്ടർനേറ്റീവായിട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റത്തെ കഴിഞ്ഞു. ഈ മെസ്സിയുടെ ഫോട്ടോയിൽ കാണിക്കുന്ന കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. മെസ്സിയുടെ എഡിറ്റ് ചെയ്ത പിക്ക് ആഡ് ചെയ്യുക ലാസ്റ്റ് ഭാഗത്തായിട്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇത് 3 വട്ടം കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മറ്റേ നമ്മുടെ ഒറിജിനൽ സ്ക്രീൻഷോട്ട് 2 വട്ടം. എന്നിട്ട് ഈ 3 ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ മാറി ബ്ലിങ്ക് ചെയ്തിട്ട് മാറി കത്തും, മാറി കാണും നമുക്ക്. അപ്പോൾ ഇഷ്ടമുള്ള അത്രയും വെക്കാം. ഞാൻ 3 വട്ടം ചെയ്ത് നോക്കിയത് കുറേ വട്ടം ചെയ്താൽ ഒന്നുകൂടി രസമാവും. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ക്ലിപ്പൊക്കെ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അത് കറക്റ്റായിട്ട് അലൈനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ലെങ്ത് ഒന്നും കുറയ്ക്കുന്നുണ്ട്. ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ഭാഗം കുറച്ച് ലാഗ് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഓരോ ക്ലിപ്പിൻ്റെയും ഡ്യൂറേഷൻ ഒന്നുകൂടി കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി രസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഡ്യൂറേഷൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു ഓഡിയോ നമുക്ക് ആഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൽ ഓൾറെഡി ഉള്ള ഓഡിയോ ഒക്കെ ഒന്ന് കളയുകയാണ്. കാരണം ഞാൻ ഓരോരോ ക്ലിപ്പുകൾ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഓരോ മ്യൂസിക് വേറെയാണ്. അപ്പോൾ ഒക്കെ ഒന്ന് സീറോക്കി കൊടുത്തു. ഇനി നമുക്ക് പുതിയ ഓഡിയോ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഐറ്റാ സോങ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓഡിയോൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആ സ്റ്റാർട്ടിങ് ഭാഗത്ത് വോയിസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് സ്റ്റാർട്ടിങ് ഭാഗം മാറ്റാണ്. എന്നിട്ട് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് വെച്ചിട്ട് ആ ഓഡിയോ ട്രിം ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇഷ്ടമുള്ള വീഡിയോ ക്ലിപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതേ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.